നമസ്കാരം. കൗൺസിൽ വെരി വെരി ഹാപ്പിയാണ് കേട്ടോ. അതെ അർജുൻ, ഈ പടം കാണിച്ചു കൊടുക്കും മോളത്തെ. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ? അതിൽ എഴുതിയിരിക്കുന്നത് പത്മജ മേനൻ വിന്നർ ഓഫ് ദി ഈസ്റ്റ് വീക്ക് വുമൺ ജേർണലിസ്റ്റ് അവാർഡ് 1988. ഈ മനോഹരമായ അവാർഡിന് എന്നെ അർഹയാക്കിയ ലേഖനങ്ങളൊക്കെ കൂടെ ചേർത്ത് ഒരു പുസ്തകം അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനൽ പ്രൂഫ് റീഡിങ് ഒരു തെറ്റുപോലും ഇല്ലാണ്ട് ഞാൻ തീർത്തിരിക്കുന്നു. അവതാരിക എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ വെസ്റ്റ് ബംഗാൾ ഗവർണർ ആനന്ദ ബോസ് സാറാണ്. വളരെ റിസർച്ച് ചെയ്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ എഴുതാൻ എന്നെ പ്രാപ്തിയാക്കി എന്നെ കൈപിടിച്ച് അക്ഷരലോകത്തേക്ക് കൊണ്ടുപോയ എൻ്റെ അമ്മമ്മ പങ്കജാക്ഷി അമ്മ, അച്ഛനായതിൻ്റെ എല്ലാ സപ്പോർട്ടും, അമ്മ, ചേച്ചി, പിന്നെ ഇങ്ങനെയൊക്കെ എന്നെ ഈ സുന്ദര ലോകത്ത് സുന്ദര ജീവിതം നയിക്കാനായിട്ട് എനിക്ക് എല്ലാ അനുവാദമല്ല, ഈസ് ഓൾവേസ് വിത്ത് മീ. എൻ്റെ ഏറ്റവും ശക്തനും മാന്യനുമായ നല്ല പാതി ശ്രീകുമാർ. അങ്ങനെ ബുക്ക് തീർന്നു. ആമുഖമുണ്ട്. എനിക്ക് മലയാളം സാൻസ്ക്രിറ്റാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ സാൻസ്ക്രിറ്റ് പഠിക്കുന്നവർക്ക് റാങ്ക് കിട്ടില്ല. അതുമായി പെട്ടെന്നൊരു നിയമം വന്നപ്പോൾ മലയാളം എടുത്തു. 9ാം ക്ലാസ്സിലാണ് കേട്ടോ. സിസ്റ്റർ അലക്സിയ സൂപ്പറായിട്ട് മലയാളം ഞങ്ങളെ കൈപിടിച്ച് നടത്തിച്ചു. തുടർന്ന് കോളേജിൽ എത്തിയപ്പോൾ സുധാ ബാലചന്ദ്രൻ, ഞങ്ങളെപ്പോലെ തന്നെ വളരെ ഫസ്റ്റ് അപ്പോയിൻമെൻ്റാണ്. സുധ ചേച്ചി എന്നാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. സുധ ചേച്ചിയും എന്നെ പ്രൂഫ് റീഡിങ്ങിൽ കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ഫിസിക്സ് അധ്യാപകനായിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നത്. 2 മത്തായി സാർമാരുണ്ടായിരുന്നു. അപ്പോൾ പുഞ്ചിരി മത്തായി, കടുവ മത്തായി. അതിൽ കടുവ മത്തായി സാറ് ഡോക്ടർ ജോൺ മത്തായി സാറ് അദ്ദേഹം എന്നോട് പറയുന്നു, പത്മജ കെമിസ്ട്രിക്കാളിലും പത്മയ്ക്ക് വഴങ്ങുന്ന സാഹിത്യമാണെന്ന് എപ്പോഴും പറയായിരുന്നു. കോളേജ് മാസികകളിലും യുവജനോത്സവങ്ങൾക്കൊക്കെ കഥയ്ക്കും കവിതയ്ക്കൊക്കെ എന്നെ തിരഞ്ഞെടുത്ത് അയച്ചിരുന്ന അദ്ദേഹമാണ്. പിന്നെ മാതൃഭൂമിയിൽ ശ്രീ MD നാലാപ്പാട് ഒരു പെൺകുട്ടിക്ക് അന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത പോലത്തെ എല്ലാ ഫ്രീഡവും തന്ന് ലോകത്തിൻ്റെ എല്ലാ രാഷ്ട്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് റിപ്പോർട്ടിങ്ങിനായി പോകാനായിട്ട് അനുവാദം തന്ന സാറിനെ സ്മരിക്കുന്നു. ഡോക്ടർ PB ലൽക്കാർ. ഇന്നലെയും കൂടെ ഞാൻ ഇപ്പോൾ ചേച്ചിന്ന് ഞാൻ വിളിക്കുന്നു. അന്ന് എൻ്റെ ഗൃഹലക്ഷ്മിയുടെ സീനിയർ എഡിറ്ററാണ്. എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഈ പുസ്തകം വെളിച്ചം കാണാണ്ടിരിക്കുകയായിരുന്നു. ഞാനെന്തോ സംസാരിച്ചപ്പോൾ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ ശ്രീ ജോർജ് അലക്സാണ്ടർ സാർ പറഞ്ഞു, പതിൻ്റെ ഇതൊന്ന് പുസ്തക രൂപത്തിലാക്കിക്കോളൂ, ഞങ്ങളുടെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെയും ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഇനി ഇത് പോകുകയാണ് പുസ്തകമാകാൻ വേണ്ടിയിട്ട്. ആനന്ദ് ബോസ് സാറിൻ്റെ ടൈം കാത്തിരിക്കുകയാണ്. അദ്ദേഹം തന്നെ ഇത് റിലീസ് ചെയ്യുന്നത് എനിക്കൊരു ചെറിയ ആഗ്രഹമല്ല, വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഹാപ്പിയാണ് കൗൺസിലർ.